തിരുവനന്തപുരം RCCയിലെ ലിഫ്റ്റ് പണിമുടക്കിയിട്ട് 3 ദിവസം. ICU ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്കിലെ ലിഫ്റ്റാണ് പ്രവർത്തനരഹിതമായത്. അർബുദബാധിതരും ശസ്ത്രക്രിയയ്ക്ക് എത്തുന്നവരും പടിക്കെട്ട് കയറി എത്തേണ്ട ഗതികേടിലാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വലിയ ഗതികേടിലായിരിക്കുകയാണ് ഇപ്പോൾ RCCയിലെ രോഗബാധിതർ. അവിടെയുള്ള ICU ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിലുള്ള ലിഫ്റ്റാണ് പണിമുടക്കിയിട്ട്. പക്ഷേ 3 ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, RCC എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ തീവ്രത എത്രത്തോളമുണ്ട്, അതിൻ്റെ ഗുരുതര പ്രശ്നങ്ങൾ എത്രത്തോളമുണ്ടെന്ന്. ആ RCCയിലെ ഓപ്പറേഷൻ തിയേറ്റർ വിങ്ങിൽ, ICU ഓപ്പറേഷൻ തിയേറ്റർ വിങ്ങിന് സമീപത്തുള്ള ലിഫ്റ്റാണ് പണിമുടക്കിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 3 ദിവസത്തോളമായി ലിഫ്റ്റ് പണിമുടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ പോലും അധികൃതർ തയ്യാറായില്ല. പടിക്കെട്ടുകൾ കയറി വേണം മുകളിലേക്ക് പോകുവാനും താഴേക്ക് ഇറങ്ങി വരാനും രോഗികൾക്ക് വരേണ്ട സാഹചര്യമുണ്ടായതും അങ്ങനെയാണ്. നിരവധി രോഗികളായവർ പോലും നിരവധി പേർ പരാതി കൊടുത്തു എന്ന് നമുക്ക് പറയുന്നുവെങ്കിൽ പോലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി തന്നെ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പ് നമ്മൾ ഈ ആശുപത്രിയിൽ എത്തുകയും ലിഫ്റ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിൽ പോലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരടക്കം നമ്മളോടത് അനുമതി തന്നില്ല, അവിടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ഈ നിരവധി പ്രശ്നങ്ങളാണ് ഈ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുണ്ടാകുന്നത്. പലതവണ പല സാഹചര്യങ്ങളിലായിട്ട് നേരത്തെയും മെഡിക്കൽ കോളേജിൻ്റെ പല സ്ഥലങ്ങളിലും പല വിഭാഗങ്ങളിലും ഇത്തരത്തിൽ ലിഫ്റ്റ് പണിമുടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് RCCയിലാണ്. RCCയിൽ ICU വിങ്ങിൻ്റെ, അതായത് ICU ഓപ്പറേഷൻ തിയേറ്ററിനോട് സമീപത്ത് ചേർന്ന് കിടക്കുന്ന ആ വിങ്ങിലാണ് ലിഫ്റ്റ് പണിമുടക്കിയിരിക്കുന്നത്. വലിയ രീതിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടാകുന്നത്. ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഗുരുതരാവസ്ഥ എന്താണെന്ന്. ഒരു ബോർഡ് കൂടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, വർക്കിംഗ് അല്ല എന്ന് കാണിച്ചുകൊണ്ട്. എന്നാൽ അതിനെ അടിയന്തര നടപടി എന്ന നിലയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ, ഇത്തരം സ്ഥലങ്ങളിൽ അടിയന്തര നടപടികൾ എന്ന നിലയിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ട് ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുകയും ഇങ്ങനെ പ്രവർത്തനരഹിതമായ ലിഫ്റ്റ് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. വലിയ രീതിയിൽ രോഗികളുടെ ഭാഗത്ത് തന്നെ പ്രതിഷേധമുണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവിടെ നിന്നും ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ മറ്റ് നടത്തിക്കൊണ്ട് രോഗികൾക്ക് യാത്ര ചെയ്യാൻ, സഞ്ചരിക്കാൻ, അതായത് മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങാൻ തക്കവണ്ണമുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ അധികൃതർ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധം ഇടയാക്കുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അതുമാത്രമല്ല, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. ക്യാൻസർ രോഗികളടക്കമുള്ളവർ ഉണ്ട്, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള ആളുകൾക്കും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള കൂട്ടിരിപ്പുകാർ അടക്കമുള്ളവരുണ്ട്. അവർക്ക് ഇങ്ങനെ പടിക്കെട്ട് കയറിക്കൊണ്ട് മുകളിലേക്ക് പോവുകയും താഴേക്ക് വരികയും ചെയ്യുന്നു വലിയ രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടും അധികൃതരുടെ ഭാഗത്തുനിന്നാകുന്ന കടുത്ത അനാസ്ഥയാണ് ലിഫ്റ്റ് ഇങ്ങനെ തകരാറായി കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. 1-2 ദിവസമല്ല, 3 ദിവസത്തോളമെല്ലാം ലിഫ്റ്റ് പണിമുടക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ബുദ്ധിമുട്ട് ഈ പൊതുജനങ്ങൾക്ക്, അതായത് ഈ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉണ്ടാക്കി തീർക്കുന്ന ബുദ്ധിമുട്ട് അത് ചില്ലറയല്ല, അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. പലരും നമ്മളോട് ഫോണിൽ വിളിച്ച് ഈ വിവരം പറയുന്നുണ്ടായിരുന്നു. കാരണം വലിയ ബുദ്ധിമുട്ടാണ് മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, വാർഡിലേക്കടക്കം പോകണമെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി തിരിച്ചു വരണമെങ്കിലും ഒക്കെ രോഗികളെ കൊണ്ടുവരുന്നതെല്ലാം ലിഫ്റ്റിലൂടെയൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു പ്രധാന സ്ഥലത്ത് RCC എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രധാന വിങ്ങാണ്. അവിടെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ അടിയന്തര നടപടി എന്നുകൊണ്ട് കണ്ടുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചയാണ് നിരന്തരം ഇങ്ങനെ ലിഫ്റ്റ് പണിമുടക്കുമ്പോഴായാലും ശരി, മറ്റ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴായാലും ശരി പരാതിപ്പെടുന്ന. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.